ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി എന്നുള്ളതാണ്. ഭീഷണി ഉയർത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാന്റെ ആക്രമണമാണ് ഇസ്രായേലിലേക്ക്. വലിയ മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. IDF-ന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 10ഓളം മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതനുസരിച്ചുള്ള കൃത്യമായ നിർദ്ദേശവും IDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. IDF കൺഫേംസ് മിസൈൽ ഫയർ ഫ്രം ഇറാൻ ആസ് സൈറൻ സൗണ്ട് അക്രോസ് ഇസ്രായേൽ ആൻഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇന്റർസെപ്റ്റ് ത്രെറ്റ്സ് ആഫ്റ്റർ ബെയ്റൂട്ട് സ്ട്രൈക്ക്. ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. ലെബനിലേക്കുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യവെച്ചാണ് ആക്രമണം എന്ന് പറയുമ്പോഴും ഇതിനെതിരെ ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൈറനുകൾ മുഴങ്ങുന്നു എന്ന് അവിടുത്തെ മലയാളി സുഹൃത്തുക്കൾ നമ്മളോട് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ഇറാൻ തുടർച്ചയായുള്ള മിസൈൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിലേക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇസ്രായേലിൽ തുടർച്ചയായുള്ള സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ജനവാസ മേഖലകളിലൊക്കെ ആളുകൾ ബങ്കറുകളിലേക്ക് മാറണമെന്നും മറ്റുമാണ് നിർദ്ദേശം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? ഇത് കടുത്ത യുദ്ധഭീഷണിയിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതാ പൊടുന്നനെ സ്ഥിതി മാറുകയാണ്. ലെബനനിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഗുരുതരമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുകയും ഇറാൻ അതിന് തിരിച്ചടിയൊന്നോണം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്നതാണ്. അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേലിൽ അത് നാശനഷ്ടമുണ്ടാക്കിയെന്ന അവകാശവാദം കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അമേരിക്കൻ സേനയോട് വൈറ്റ് ഹൗസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകണമെന്നാണ്. അതായത് യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സ്ഥിതിയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഏപ്രിൽ വെടിനിർത്തലിൽ ഉണ്ടായ ശേഷം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ലെബനിലേക്കൊക്കെ ഉള്ള ആക്രമണം അവസാനിച്ച ശേഷം പിന്നീടും ഒറ്റതിരിഞ്ഞുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ യുദ്ധഭീഷണിയിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുകയാണ്. മാത്രമല്ല നമ്മളിവിടെ കാണേണ്ടത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇറാനിലേക്ക് അടിയന്തരമായി പോയിട്ടുണ്ട്. അവിടെ ചില നിർദ്ദേശങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത ശേഷം ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യം എന്ന നിലയിലുള്ള ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലവത്താകും എന്നതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത് ഇസ്രായേൽ മന്ത്രിസഭയുടെ തന്നെ ഒരു അടിയന്തര ക്യാബിനറ്റ് അവർ ചേർന്നു. അതിൽ തന്നെ ഒരു തീരുമാനമുണ്ടായത്, അഭിപ്രായമുയർന്നത് ഇറാനെ ഇല്ലാതാക്കുക എന്നതാണ്. ഇന്ന് രാത്രി ഇറാൻ കത്തണം എന്ന അഭിപ്രായം അവിടെ ഉയർന്നു വന്നു എന്നതാണ്. $23 ബില്യൺ ആസ്തി, ഇറാന്റെ ആസ്തി അമേരിക്ക ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കൻ സൈനിക താവളം നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാന്റെ ആക്രമണമുണ്ടായി. ആ നാശനഷ്ടം നികത്തുന്നതിന് വേണ്ടി ഇറാന്റെ ആസ്തി മരവിപ്പിച്ചതാണ്, ഫ്രീസ് ചെയ്തതാണ്. ആ ആസ്തി തിരികെ കിട്ടണമെന്ന ഇറാന്റെ ആവശ്യമുണ്ട്. ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടും ഉള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ലെബനനെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനെ ചാരമാക്കുമെന്നാണ് ഇസ്രായേലിന്റെ പകരമുള്ള മുന്നറിയിപ്പ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും മറ്റും ഇസ്രായേലിൻ്റെ അഭിപ്രായം വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ട്രംപ് പറയുന്നത് ഒരു തിരിച്ചടി ഉണ്ടാവരുത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും അമേരിക്കയുമായി അഭിപ്രായ ഭിന്നതയുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ അത് സമ്മതിക്കാത്തത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അപ്പോൾ ഈ പുതിയ സംഭവവികാസങ്ങളിലും ഇസ്രായേൽ തിരിച്ചടിക്കരുത് എന്നുള്ള അമേരിക്കയുടെ ആവശ്യം എത്രത്തോളം അനുസരിക്കുമെന്നുള്ളതും പ്രശ്നമാണല്ലോ. തീർച്ചയായും ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനമാണ് പലപ്പോഴും യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ വലിച്ച് ഇഴയ്ക്കുന്നത്. അവിടെ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു അമേരിക്കൻ കോൺഗ്രസ്, US കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. നേരത്തെ ട്രംപ് ഏകപക്ഷീയമായി യുദ്ധത്തിലേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള ചില ആശങ്കകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ തന്നെ ഡെമോക്രാറ്റിക്കുകൾ അപ്പുറത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വരെ ഈ തരത്തിൽ യുദ്ധത്തിലേക്ക് പോകരുത്
എന്ന തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ യുദ്ധത്തിലേക്ക് പോകരുതെന്ന ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം കൂടി വന്നിരുന്നു. അത് ട്രംപിന് ഒരു വിലങ്ങുതടിയായി. മാത്രമല്ല അവിടെ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിൽ ഹിതപരിശോധന വരികയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട്. അവിടെ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഈ യുദ്ധം പോകുന്നത് എന്നത് വ്യക്തമാണ്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേലിൻ്റെ പ്രകോപനം പലപ്പോഴും ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലെബനനിലേക്ക് തുടരെ ആക്രമണം ഉണ്ടായത്. അവിടെ ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്നതായ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അത് തുടർച്ചയായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്തുക, അത് ലക്ഷ്യം വെച്ച് ലെബനനിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്നു. ഇറാനെ സംബന്ധിച്ച് അവരുടെ സഖ്യരാജ്യമാണ് ലെബനൻ. ലെബനനിലേക്കും ഒക്കെ തന്നെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ ഇടപെടാറുണ്ട്. കഴിഞ്ഞ തവണയും ഈ ചർച്ചകൾക്കിടയിൽ ഇറാൻ പ്രധാനമായി ഒന്നാമത്തെ ആവശ്യമായി, നേരത്തെ ആണവ നിരായുധീകരണമായിരുന്നു ആദ്യത്തെയൊക്കെ ചർച്ചയെങ്കിൽ, പിന്നീട് ഇറാൻ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യം ലെബനനെ ആക്രമിക്കരുത്, ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, അത് ഒഴിവാക്കണമെന്നതാണ്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നീക്കമുണ്ടായിരിക്കുന്നു. അതിന് തിരിച്ചടിയെന്നോണമെന്നാണ് ഇപ്പോൾ 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചുകൊണ്ട് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നില തന്നെയാണ്. കാരണം മാസങ്ങൾക്ക് ശേഷം ഈ വെടിനിർത്തൽ കരാർ വരുന്നു. അതിനുശേഷം വെടിനിർത്തൽ കരാർ നീട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരുപക്ഷെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ട്രംപ് തന്നെ പല കുറി പറഞ്ഞു സമാധാനത്തിൻ്റെ കരാറിലേക്ക് പോവുകയാണ്. ചില കാര്യങ്ങളിൽ മാത്രമാണ് ചില അവ്യക്തതകൾ അവശേഷിക്കുന്നത്. അതുകൂടി പൂർത്തിയായാൽ ഈ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്ക തന്നെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത്. കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്, സംശയമില്ല വിനോദ. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലെബനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണമാണ്. അത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലെബനുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ലെബനിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായി ലെബനിൽ ആക്രമണം നടത്തുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് എന്ന് പറയുമ്പോഴും സാധാരണ മേഖലകളൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, സംശയമില്ല. അതായത് ലോകരാജ്യങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ, പ്രത്യേകിച്ച് അമേരിക്ക പറയുന്നത് കേൾക്കാതെ വീണ്ടും ഒരു യുദ്ധത്തിൽ തയ്യാറെടുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന് വേണം കരുതാൻ. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അമേരിക്കയുടെ അഭിപ്രായം തിരിച്ചടിക്കരുത് എന്ന ട്രംപിൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കാനിടയില്ല. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും അവരുടെ ക്യാബിനറ്റിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന അഭിപ്രായം ഇറാനെ ഇന്ന് രാത്രി കൊണ്ട് തീർക്കണം, ഇന്ന് കത്തിക്കണം എന്നൊരു അഭിപ്രായമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് അമേരിക്ക ഈ സംയമനത്തിൻ്റെ ഒരു പാത സ്വീകരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം വൈറ്റ് ഹൗസ് തന്നെ ഇപ്പോൾ അമേരിക്കൻ സ്ഥിര വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം, യുദ്ധം അവരും മുന്നിൽ കാണുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ലെബനിലേക്ക് തിരിച്ചടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇറാനിലേക്ക് തന്നെ അവരുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയുണ്ടാകും. ആ തരത്തിൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു നിലയുണ്ടാകും. ഇതിപ്പോൾ നെതന്യാഹുവിൻ്റെ നിലപാടുകൾക്കപ്പുറത്തേക്ക് ഒരു നിലപാടിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. കാരണം എന്തിനു വേണ്ടി അമേരിക്ക ഈ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ടു എന്ന ചോദ്യം അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിന് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഈ യുദ്ധം മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണത്തിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല എന്നൊരു വികാരം അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാൻ്റെ സൈനിക ശേഷി സംബന്ധിച്ച് ഇസ്രായേൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിയ അവരുടെ വിലയിരുത്തൽ അതെല്ലാം പാളി എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായി ഉള്ള ഒരു ചിത്രമായി പുറത്തു വരുന്നത്. കാരണം ആഴ്ചകൾ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ അവകാശവാദം. 4 ആഴ്ച കൊണ്ട്, അതായത് 1 മാസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കും, ഇറാൻ ഇല്ലാതാക്കും, അവരുടെ ആണവ നിർവ്യാപനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അണ്വായുധമാകാൻ ഇറാനെ അനുവദിക്കില്ല എന്ന അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാടിലേക്ക് ഇസ്രായേലിൻ്റെ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി, ഇസ്രായേൽ നേരിടുന്ന ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി ഇറാനെ അങ്ങനെ തീർക്കും എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ 10 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രായേലിലേക്ക് അയക്കുന്ന തരത്തിലുള്ള സൈനിക ശേഷിയായി ഇറാൻ അവശേഷിക്കുന്നത്. അവിടെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനെയോ ഇതുവരെ ഇറാനെ ആ തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല അവിടെ നിന്നുള്ള നാവിക ഉപരോധം, ഇറാനിൽ
നിന്നുള്ള എണ്ണ കയറ്റുമതി വലിയ തോതിൽ തടയുന്ന നിലയുണ്ടായി. അവിടെ ഗാർഗ് ദ്വീപിൽ എണ്ണ ഉൽപ്പാദനം നിർത്താൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ ഇറാൻ അവിടെ കടലിൽ ഇന്ധനം ഒഴുക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതായത് അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല, ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ കടലിൽ ഒഴുക്കുന്നു, അവർക്ക് സാമ്പത്തിക ഉപരോധം വരുത്തുന്നു. ഏറ്റവും ഒടുവിൽ $2400 കോടി സാമ്പത്തിക ഉപരോധം ഏറ്റവും ഒടുവിൽ വരുത്തുന്നു. അങ്ങനെ സാമ്പത്തികമായും അവരുടെ വ്യാവസായികമായും ഇറാനെ ഞെരുക്കുന്നു, അവരുടെ ആണവ ശേഷി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ആയുധശേഷി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ 10 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചിരിക്കുന്നു. അത് വലിയ നാശനഷ്ടം ഇസ്രായേലിനുണ്ടാക്കി എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. പക്ഷേ തങ്ങളത് പ്രതിരോധിച്ചു എന്ന അവകാശവാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ജനങ്ങളോട്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളോട് ഈ ഭൂഗർഭ നിലയങ്ങളിലേക്കൊക്കെ തന്നെ മാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അറകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ മാറണമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ അവരുടെ ജനങ്ങൾക്ക് നൽകുന്നത്. മാത്രമല്ല, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.